ടാറ്റ IPL സീസൺ കരുത്താർജിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ 4ാമത്തെ വിജയം സ്വന്തമാക്കിക്കൊണ്ട്. എന്നാൽ RCB ഫാൻസിന് ഇന്നലെ ഒരു വിജയം കാത്തിരുന്നു എങ്കിലും സീസണിലെ ആദ്യത്തെ സെഞ്ചുറി, അതും കിങ് കോഹ്ലിയിൽ നിന്നും, അതുകൊണ്ട് തൃപ്തിയടയേണ്ടതായി വന്നിരിക്കുന്നു. നമുക്കിനി നോക്കാം ഇന്നലെ എന്തായിരുന്നു സവായ് മൻസിംഗ് സ്റ്റേഡിയത്തിലെ ആ ആഘോഷമെന്ന്. വെൽക്കം ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഞാൻ സിതാര വിജയൻ, കൂടെയുണ്ട് നമ്മളുടെ സ്വന്തം എക്സ്പേർട്സ് റൈഫി ഗോമസ് ആൻഡ് VA ജഗദീഷ്. അപ്പം രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്, കാരണം തുടർച്ചയായി ഇതാ 4ാമത്തെ ജയവും സ്വന്തമാക്കിയിരിക്കുകയാണ് RR. ത്രസിപ്പിക്കുന്ന വിജയം തന്നെ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് നേടിയെടുത്തത്. കാരണം കഴിഞ്ഞ സീസണിൽ RCB അവിടെ വരികയും RCB രാജസ്ഥാനെ കാണാൻ സാധിച്ചത്. അതിനേക്കാൾ കൂടുതൽ 183 എന്ന ടാർഗറ്റിലേക്ക് RCB എത്തിച്ചത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻ ഗോൾ. ആ ടീം സെറ്റാണ്. അത് ജോസേട്ടൻ്റെ കിടിലമായ ഇന്നിങ്സും കൂടെ സഞ്ജുവിൻ്റെ ക്ലാസ് ഇന്നിങ്സും. അതെ, മലയാളി എവിടെയുണ്ടോ അവിടെ ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് നമ്മൾ പറയും. അവിടെ പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിലും ആ ഒരു മലയാളി ഭാഗ്യം കാണാൻ പറ്റുന്നില്ലേ റൈഫി ചേട്ടാ? ഒരു സംശയമില്ല. കാരണം ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ 4 മാച്ച് കണ്ടിന്യൂ ആണ് നമുക്കറിയാം. അപ്പോൾ അതിൽ ആദ്യത്തെ 4 മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കാൻ പറയുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ആണ് ടീമിന് കിട്ടുന്നത്. അവർ വളരെ നന്നായിട്ട് അത് ഓവർകം ചെയ്ത് ഈ സീസണിൽ വളരെ ഉഗ്രനായിട്ടുള്ള ഒരു ടീം കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ബാറ്റിങ്ങിലാണെങ്കിലും സ്പിന്നേഴ്സ് മാത്രമായിട്ട് എനിക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ലോങ് ടൂർണമെൻറ്റാണ്. ഇനി ഹാഫ് സ്റ്റേജസ് വരുമ്പോൾ വളരെ നന്നായിട്ട് അത് പീക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഹാഫ് സ്റ്റേജസ് കഴിയുമ്പോൾ അതിന് ശേഷം നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സീസണിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിക്കറ്റൊക്കെ ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ വിക്കറ്റ്സൊക്കെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അന്ന് ഒരു പക്ഷേ ചിലപ്പോൾ റൺസിൻ്റെ ഈ പറഞ്ഞ പോലെ 200, 250, 170 വരാം. അപ്പോൾ ആ സമയത്ത് പീക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തുടക്കത്തിൽ പോയിന്റ്സ് ടേബിളിൽ ഇതുപോലെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് മുൻപോട്ട് പോകാനായിട്ട് ആസ് എ യൂണിറ്റ് പ്ലേയേഴ്സിന്. കാരണം എല്ലാ ടീമുകളും ഇങ്ങനെ തോപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ധൈര്യം വേറെ തന്നെയാണ് സിത്താര. അതുപോലെ തന്നെ റൈഫി ചേട്ടൻ പറഞ്ഞ പോലെ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് തിരിച്ചു വരുന്ന ഒരു രാജസ്ഥാൻ റോയൽസ് ഉണ്ട് അവിടെ. ജോസ് ബട്ട്ലർ, ജോസേട്ടൻ്റെ ആ ഒരു മികച്ച ഫോമും കൂടി നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ? കഴിഞ്ഞ 3 മാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ജോസേട്ടൻ്റെയും SSC ജയ്സ്വാളിൻ്റെ മാച്ച് അവാർഡ് നേടിക്കുന്നത് ജോസ്. അത് മികച്ച പെർഫോമൻസ് തന്നെ. കറക്റ്റ് സമയത്ത് തന്നെ കറക്റ്റായിട്ട് എവിടെ പെരുമാറണം എന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. അതായിരുന്നു ഇന്നലത്തെ മാച്ചിൽ നമ്മൾ കണ്ട ജോസേട്ടൻ. പക്ഷേ അവിടെ RCBയെ സംബന്ധിച്ച് നിരാശയോടുകൂടി മടങ്ങേണ്ടി വന്നു എങ്കിലും സീസണിലെ ആദ്യ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് കിങ് കോഹ്ലി. അത് ആ കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ് പ്രത്യേകിച്ച് ഈ സീസൺ കളിച്ച് വരുന്ന ഇന്നലെ പുറത്തെടുത്തു എങ്കിലും അവിടെ RRനായിരുന്നു ഭാഗ്യമുണ്ടായിരുന്നത്. ജോസ് ബട്ട്ലർ തിരിച്ചെത്തുന്നു. അതുപോലെ തന്നെ സഞ്ജു സാംസൺ എന്ന ആ ഒരു ക്യാപ്റ്റന്റെ ആ റോള്, ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് അവിടെ വളരെ മികച്ചതായിരുന്നില്ലേ? ക്ലാസ് 160 മുകളിലേക്ക് സ്ട്രൈക്ക് റേറ്റ് ഉയർത്തുക, അതാണ് സാധിച്ചത്. 184 ടാർഗറ്റ്. റൈഫി പറഞ്ഞ പോലെ വിക്കറ്റ് അത്ര ഈസി ആയിരുന്നില്ല. അത്യാവശ്യം ഹെൽപ്പ് ഉണ്ടായിരുന്നു ബോളേഴ്സിനെ. അവിടെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസ് നോ എക്സെപ്ഷന്. ഈ ഒരു സീസൺ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഇനി ഒരു 5ാമത്തെ ജയം കൂടി കാണുകയാണെങ്കിൽ ചരിത്രം ആവർത്തിക്കും. 2000 ബ്രേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 2015 ആ ഒരു പാറ്റേണിൽ വീണ്ടും തിരിച്ചെത്തി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച് പോട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അതുപോലെയാണ് RRൻ്റെ ടീം ഇപ്പോൾ അത്രയും അധികം ഒരു ഫോമിൽ നിൽക്കുന്നത്. മാത്രമല്ല GT ആണ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. GT അതിന് മുമ്പ് ഇന്ന് മാച്ച് കളിക്കാനിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു ചലഞ്ച് തന്നെയായിരിക്കും. പക്ഷേ RRന് ഇനി വരുന്ന മാച്ചസൊക്കെ ഇതുപോലെ എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട് റണ്ണേഴ്സാണ്, ചാമ്പ്യൻഷിപ്പിനുള്ള ഫ്രണ്ട് റണ്ണേഴ്സാണ്. അവരുടെ ആ ഒരു ഫ്ലോ വളരെ മികച്ചതായിരിക്കും. വളരെ നല്ലൊരു ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസണും. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ സഞ്ജുമൽ ബോയ്സ് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ജീത്തോ ദൻ മാച്ച് കണ്ടുകൊണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് സ്വർണം നേടാനുള്ള അവസരമുണ്ട്, മറക്കരുത്. സോ വെൽക്കം ബാക്ക് ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഇന്ന് സൂപ്പർ സൺഡേ ആണ്. ഒരുപാട് താരങ്ങൾ ഏറ്റുമുട്ടാൻ പോവാണ്. ഇന്ന് 2 മാച്ചുകൾ റൈഫി വളരെ ആവേശകരമാവും. ഡൽഹിയും ആ ഒരു മുംബൈയും തമ്മിൽ. വാവ് സൺഡേ. LSGയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പ്ലേ ഓഫിലൊക്കെ കളിച്ചിട്ടുള്ളതാണ്, കളിച്ച 2 സീസണും. GTയെ സംബന്ധിച്ചിടത്തോളം വന്ന സീസണിൽ തന്നെ കപ്പും കൊണ്ട് പോവുകയും ചെയ്തു. ചില്ലറക്കാരല്ല ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് ഇന്ന് 2ാമത്. ഒരു സംശയമില്ല, 2 ടീമും എടുത്ത് നോക്കുമ്പോൾ ഈ സീസണിൽ ഒരു ഉഗ്രനായിട്ടുള്ള ഒരു പെർഫോമൻസിൽ ഇങ്ങനെ തുടങ്ങി വരികയാണ്. അപ്പോൾ 2 പേർക്കും ആ ഒരു മൊമെൻറ്റം തന്നെയാണ് വാക്കെന്ന് പറയുന്നത്. കാരണം അപ്പോൾ ഉഗ്രനൊരു മാച്ച് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. 2 ടീമും ഏകദേശം പോയിന്റ്സ് ടേബിളിൽ ഏകദേശം മിഡിൽ നിൽക്കുന്നു. ആ സമയത്ത് LSGയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ബോളിംഗ് യൂണിറ്റ് നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല. അവിടെ ഒരു പയ്യൻ തീ വാർന്ന ബോളിംഗ് ആണ് അവിടെ കാഴ്ചവെച്ചുകൊടുക്കുന്നത്. പക്ഷേ GT വെച്ച് നോക്കുമ്പോൾ ക്യാപ്റ്റൻ മികച്ച ഫോമിലാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു മാച്ച് കാണാമെന്നുള്ളത് ഈ സൂപ്പർ സൺഡേ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള
മാച്ച് കാണാമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അവിടെ LSGക്ക് ഒരു അഭിമാന പ്രശ്നം കൂടിയുണ്ട്. എന്തായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? കാത്തുവെക്കുന്നത് LSGയെ സംബന്ധിച്ചിടത്തോളം അവരൊരു വിജയത്തിന് ശേഷം തിരിച്ചു വരുന്നു. എന്നാൽ GTയെ സംബന്ധിച്ചിടത്തോളം അവരൊരു തോൽവിക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. LSGക്ക് ഇതുവരെ GTയോടൊട്ട് ജയിക്കാനും സാധിച്ചിട്ടില്ല. എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പാറ്റേൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഒരു സിംഗിൾ ഹാൻഡഡ്ലിയാണ് ആ പയ്യൻ വന്ന് എറിഞ്ഞ് അവരെ ജയിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീഡാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. തീർച്ചയായിട്ടും LSGയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 160 മുകളിലേക്ക് ആ ടീം സ്കോർ ചെയ്ത് കൂടുതലാണ്. അതാണ് അവരെ ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ GTക്കെതിരെ ജയിച്ചിട്ടുമില്ല ഇതുവരെ. പക്ഷേ GT ഇതാ വരുന്നത് ഒരു വലിയൊരു തോൽവിക്ക് ശേഷമാണ്. പഞ്ചാബുമായിട്ട് ഒരു ഷോക്കിംഗ് തോൽവിക്ക് ശേഷമാണ് വരുന്നത്. ഇതെങ്ങനെ അവരെ അഫക്റ്റ് ചെയ്യും? ഏതൊരു മാച്ച് ആണെങ്കിലും ഒരു പുതിയ ഡേ ആണ്, പുതിയ മാച്ചാണ്. GTയുടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ തന്നെയായിരിക്കും GT വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള താരങ്ങളുണ്ട്. ആരൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട താരം വേറെ ആരാണ്? മയാങ്ക് യാദവിനെ ശ്രദ്ധിച്ചേ മതിയാവും. കാരണം ഡെബ്യൂ മാച്ചാണ്. 2 മാച്ചുകളിൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടിയേക്കുന്നു. ആ പ്ലെയർ ഓഫ് ദ മാച്ച് നേടാൻ ആ പയ്യൻ്റെ കാലിബർ നോക്കിയാൽ മതി. അദ്ദേഹം 156 മുകളിലേക്ക് ആ ഒരു പന്തിൻ്റെ സെഷൻ ആയിക്കോട്ടെ, ആ ഒരു പ്രാക്ടീസ് സെഷൻ ആയിക്കോട്ടെ, ഫുൾ എഫേർട്ട് അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ കാണാം. മെയിൻ പ്ലെയർ ടു വാച്ച് ഔട്ട്. അപ്പം ഇവിടെ GTയിൽ ആരാ ഉണ്ടാവുന്നത്? പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ക്യാപ്റ്റൻ തിരിച്ച് ഫോമിലെത്തിയിരിക്കുകയായിരുന്നു. നമ്മൾ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കണ്ടിരുന്നു. അതുപോലെ ഒരു പുതിയ റോൾ, പുതിയ സീസൺ, പുതിയ റോളാണ് ഗില്ലിന് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് അത് ഉഗ്രനായിട്ട് വരുന്നു എന്ന് വേണം പറയാൻ. കാരണം തുടക്ക മാച്ചുകളിൽ ആ സ്റ്റാർട്ട് കിട്ടിയെങ്കിലും പിന്നെ അത് നന്നായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം കഴിഞ്ഞ മാച്ച് ഒരു മികച്ച ഇന്നിങ്സോടുകൂടി വന്നിരിക്കുന്നു ഗിൽ. ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട താരങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്താണ്? ഇന്ന് ചിന്തിക്കേണ്ട കാര്യം അതൊരു ചിന്താവിഷയം തന്നെയാണ്. കാരണം LSG ഇതുവരെ GT ആയിട്ട് ജയിച്ചിട്ടില്ല. ആ പാറ്റേൺ തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്ന് LSG വരാൻ പോകുന്നത്. ബാറ്റിംഗ് നമുക്കറിയാം, ക്വിൻ്റൻ ഡി കോക്കൊക്കെ മികച്ച ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നൊരു പക്ഷേ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് LSG ഇറങ്ങാൻ പോകുന്നതിൽ ഒരു സംശയമില്ല. ഇതുവരെ 4 മാച്ച് പ്ലേയേഴ്സിനെ മനസ്സിലാക്കി വരുവാണ് 2 ടീമുകളും. ഇവിടെ LSGക്ക് ഈ സീസണിൽ ക്വിൻ്റൻ ഡി കോക്ക്, മിഡിൽ ഓവേഴ്സിലാണ് നിക്കോളാസ് പൂരൻ, അത്രയും മികച്ച ബാറ്റേഴ്സ്, മികച്ച ബൗളേഴ്സ്. എന്തായാലും നമ്മൾ ഇന്ന് രണ്ടാമത് കാണാൻ പോകുന്ന ഒരു കിടിലൻ മാച്ച് തന്നെയായിരിക്കും. പക്ഷേ ഇന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ചൂട് കൂടുതലില്ലേ? കാരണം ആദ്യം നടക്കാൻ പോകുന്നത് ഇറ്റ്സ് MI വേഴ്സസ് DC. അങ്ങനെയാണെങ്കിൽ MI DCയിലെ ആ ഒരു പ്രധാന പോരാട്ടം ആരൊക്കെ തമ്മിലായിരിക്കും? അത് പറയാനില്ല. തീർച്ചയായിട്ടും ഋഷഭ് പന്തും ജസ്പ്രീത് ബുംറയും ഇന്ന് അതൊരു കോൺടെസ്റ്റ് തന്നെയായിരിക്കും. കാരണം നേരത്തെ ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് മികച്ച ഫോമിലാണ് ഋഷഭ് പന്ത് ഇപ്പോൾ. ഓരോ മാച്ചും ഓരോ ഗിയർ അനുസരിച്ച് ഇങ്ങനെ ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കഴിഞ്ഞ മാച്ച് 10 ഔട്ടാക്കിയ ഒരു രീതി, പ്രത്യേകിച്ച് അദ്ദേഹം വൈഡ് ഓസ്റ്റമ്പിലേക്ക് ആംഗിൾ ചെയ്തെറിയാനുള്ള കഴിവുണ്ട്. എപ്പോഴും ലെഫ്റ്റ് ഹാൻഡർക്ക് ആ ഒരു റൂം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ കോർണറിലേക്കും എക്സ്ട്രാ കവറേജ് അടിക്കും. പക്ഷേ അതിന് തൊട്ടപ്പുറത്താണെങ്കിൽ ബുംറയ്ക്ക് സാധിക്കും. അതാണ് ആ ഒരു സ്റ്റാറ്റ്സ് നമുക്ക് കാണുന്നത്. പക്ഷേ ഋഷഭ് പന്ത് ഒരു സീസൺ കഴിഞ്ഞ് വരുന്നത്, കഴിഞ്ഞ സീസൺ 2 പേരും ഇല്ലായിരുന്നു. ബുംറ മുംബൈക്കില്ലായിരുന്നു, ഋഷഭ് പന്ത് ഡൽഹിക്കുമില്ലായിരുന്നു. ഈ 2 പേരും തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും കാണാൻ സാധിക്കുക വാങ്കഡയിൽ. അപ്പം ഇന്നത്തെ ആ ചൂട് കൂടുതൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റേയില്ല. മൊത്തത്തിൽ ചുട്ടുപൊള്ളുകയാണ്. വാങ്കഡയിൽ കുറച്ചധികം ചൂടാണെങ്കിലേ ഉള്ളൂ. പക്ഷേ അവിടെ ആശ്വാസമായിട്ട് വരികയാണെങ്കിൽ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരം അതാരാണ്? ലിമിറ്റ്ലെസ് സ്കൈ, അതിരുകളില്ലാത്ത ആഘോഷം. ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത് ഈ ഒരു തിരിച്ചുവരവായിരിക്കുമോ? പറയേണ്ട ഈ മുംബൈ ഇന്ത്യൻസിന് പ്രത്യേകിച്ച് വലിയൊരു ആശ്വാസമായിരിക്കും ഇന്ന് സ്കൈ തിരിച്ചു വന്നത്. ഡിഗ്രിയിലും ഇനി സ്പിൻ എറിഞ്ഞാലും ഫാസ്റ്റ് എറിഞ്ഞാലും ആരൊക്കെ എങ്ങനെയൊക്കെ എറിഞ്ഞാലും സൂര്യകുമാർ യാദവിനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. ജഗു, ഉറപ്പായിട്ടും സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ സ്റ്റേഡിയത്തിലും അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് സമയങ്ങളിലും ഈ ഷോട്ട്സുകൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. സച്ചിൻ തന്നെ കാണിക്കുന്നൊരു ഒരു ഷോട്ട്സ് ഔട്ട്സൈഡ് ഓസ്റ്റിൻ വന്ന് ഇങ്ങനെയൊക്കെ അടിക്കുന്നത് എങ്ങനെയാണെന്ന് തന്നെ അദ്ദേഹം ചോദിക്കുന്നു. പക്ഷേ ഇത് കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അടിക്കാൻ സൂര്യകുമാർ യാദവിനെ മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് SK. ഇല്ല, ആ ഷോട്ട്സിൻ്റെ കാര്യം പ്രത്യേകിച്ച് ജഗു പറയുമ്പോൾ ഡൗൺ ആവുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഹർദിക് പാണ്ഡ്യയും ബാക്കി തിലക് വർമ്മയെല്ലാം അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇതൊരു ഗെയിമിൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ സൂര്യകുമാർ യാദവിനെ പോലുള്ള ഒരു പ്ലെയർ വരുമ്പോൾ സൂര്യകുമാർ യാദവ് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അദ്ദേഹം കളിക്കുകയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും മുംബൈ ഇന്ത്യൻസിന്. നേരത്തെ സിത്താര സൂചിപ്പിച്ച ഒരു വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു മാച്ച് നമുക്ക് കാണാനുള്ള സംശയമില്ല. അതെ, സൂര്യകുമാർ യാദവ് എന്ന ആ ഒരു ബൂസ്റ്റർ ഷോട്ട് കൂടി ഇന്ന് മുംബൈ ഇന്ത്യൻസിന്റെ കൂടെ ചേരും.